നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഇടതുകരം നെഞ്ചോട് ചേർത്ത് വെച്ച് വലതുകരം അച്ഛന് നേരെ നീട്ടി 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണമേ. മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് അധ്യായം 16, 13 മുതലുള്ള തിരുവചനങ്ങൾ. പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനം. യേശു കെസറിയ ഫിലിപ്പി പ്രദേശത്ത് എത്തിയപ്പോൾ ശിഷ്യന്മാരോട് ചോദിച്ചു, മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? അവർ പറഞ്ഞു, ചിലർ സ്നാപക യോഹന്നാൻ എന്നും മറ്റു ചിലർ ഏലിയ എന്നും വേറെ ചിലർ ജെറമിയ അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ ഒരുവൻ എന്നും പറയുന്നു. അവൻ അവരോട് ചോദിച്ചു, എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ശിമയോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. യേശു അവനോട് അരുളി ചെയ്തു, യോനായുടെ പുത്രനായ ശിമയോനെ, നീ ഭാഗ്യവാൻ. മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത്. ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്. ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും. നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. അനന്തരം അവൻ താൻ ക്രിസ്തുവാണെന്ന് ആരോടും പറയരുതെന്ന് ശിഷ്യന്മാരോട് കൽപ്പിച്ചു. അപ്പോൾ മുതൽ യേശു തനിക്ക് ജെറൂസലേമിലേക്ക് പോകേണ്ടിയിരിക്കുന്നുവെന്നും ശ്രേഷ്ഠന്മാരിൽ നിന്നും പ്രധാന പുരോഹിതന്മാരിൽ നിന്നും നിയമജ്ഞരിൽ നിന്നും വളരെയേറെ സഹിക്കേണ്ടി വരുമെന്നും താൻ വധിക്കപ്പെടുമെന്നും എന്നാൽ 3-ാം ദിവസം ഉയർപ്പിക്കപ്പെടുമെന്നും ശിഷ്യന്മാരെ അറിയിച്ചു തുടങ്ങി. പത്രോസ് അവനെ മാറ്റി നിർത്തി തടസ്സം പറയാൻ തുടങ്ങി. ദൈവം കനിയട്ടെ. കർത്താവേ, ഇതൊരിക്കലും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ. യേശു തിരിഞ്ഞ് പത്രോസിനോട് പറഞ്ഞു, സാത്താനെ, എൻ്റെ മുൻപിൽ നിന്ന് പോകൂ. നീ എനിക്ക് പ്രതിബന്ധമാണ്. നിന്റെ ചിന്ത ദൈവീകമല്ല, മാനുഷികമാണ്. കർത്താവിൻ്റെ സുവിശേഷം നമുക്ക് ഏറ്റുചൊല്ലാം. പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മാധ്യസ്ഥം വഴി ഞങ്ങളിൽ വന്ന് നിറയണമേ. ഞങ്ങളിൽ വസിക്കണമേ. ഞങ്ങളെ നയിക്കണമേ. പരിശുദ്ധാത്മാവേ വരണമേ. ഞങ്ങളിൽ വന്ന് നിറയണമേ. ഞങ്ങളിൽ വസിക്കണമേ. ഞങ്ങളെ നയിക്കണമേ. പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മാധ്യസ്ഥം വഴി ഞങ്ങളിൽ വന്ന് നിറയണമേ. ഞങ്ങളിൽ വസിക്കണമേ. ഞങ്ങളെ നയിക്കണമേ. നമുക്ക് ഇരിക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഓഗസ്റ്റ് മാസം 6-ാം തീയതി ബുധനാഴ്ച രാത്രിയിൽ ഈ 9 മണി നേരത്ത് ദിവ്യകാരുണ്യ ഈശോയുടെ ചുറ്റും ഈശോയുടെ സ്വരം കേൾക്കാൻ, ഈശോയുടെ മുഖം കാണാൻ, അവിടുത്തെ സാന്നിധ്യം ആസ്വദിക്കാൻ നമുക്ക് സമയം ചെലവഴിക്കാൻ കഴിയുന്നതിനെ ഓർത്ത്
കൈയടിച്ച് നന്ദി പറയാം. ഇന്ന് ഈശോയുടെ രൂപാന്തരീകരണ തിരുനാൾ ആഘോഷിച്ച ഈ ദിവസത്തിൻ്റെ ഈ രാത്രിയിൽ ഈശോ നമ്മോട് വചനത്തിലൂടെ മനുഷ്യൻ്റെ വ്യത്യസ്തങ്ങളായ ഭാവങ്ങളെക്കുറിച്ച് പറയുകയാണ്. ഒരു മനുഷ്യൻ ആത്മീയനായിരിക്കുമ്പോൾ തന്നെ ആ മനുഷ്യൻ ഭൗതികമായ ചിന്താരീതികൾ കൊണ്ട് നടക്കുന്ന സാഹചര്യം നമുക്ക് വ്യക്തിപരമായ ജീവിതത്തിൽ അറിവുള്ളതാണ്. നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നു, ദർശനങ്ങൾ ലഭിക്കുന്നു, വെളിപാടുകൾ ലഭിക്കുന്നു ഒരു വശത്ത്. മറുവശത്ത് ഭൗതികമായി ചിന്തിക്കുകയും ഭൗതികമായ ആഗ്രഹങ്ങൾ വെച്ചു പുലർത്തുകയും ചെയ്യുന്നു. ഭൗതികമായ ലൗകിക മനുഷ്യൻ്റെ നിലപാടുകൾ, തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്നു. ഒരു വശത്ത് ആത്മീയ ജീവിതം, പ്രാർത്ഥനാ ജീവിതം, മറുവശത്ത് ഭൗതിക ചിന്താഗതികൾ, ലോകത്തോടുള്ള ആകർഷണങ്ങൾ. ഇത് നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന യാഥാർത്ഥ്യമാണ്. ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ പോലെ. അങ്ങനെ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പത്രോസിൻ്റെ ജീവിതത്തിൽ കണ്ടെത്തുന്നത്. ഈശോ ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് പത്രോസ് പറയുന്നു, നീ ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണ്. അപ്പോൾ ഈശോ തന്നെ അവനോട് പറയുന്നു, നിന്റെ ചിന്ത, നീ ഇപ്പോൾ ചിന്തിച്ചത് ഭൗതികമായിട്ടല്ല. നിനക്കിത് വെളിപ്പെട്ട് കിട്ടിയത് മാംസ ശരീര രക്തങ്ങളിൽ നിന്നല്ല. നിനക്കിത് കിട്ടിയത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്, എൻ്റെ പിതാവിൽ നിന്നാണ്. നീ പിതാവിൽ നിന്ന് ദർശനം കിട്ടുന്നവനാണ്. നിന്റെ നീ ചിന്തിക്കുന്നത് ദൈവീകമായിട്ടാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അപ്പോൾ പത്രോസ് ഇപ്പോൾ ആരാണ്? ഒരു ആത്മീയ മനുഷ്യനാണ്. പത്രോസ് ആൾക്കാർ പറയുന്നത്, നാട്ടുകാർ പറയുന്നതൊന്നും കേട്ട് അതനുസരിച്ച് പറയുന്നവനല്ല, ദൈവത്തിൻ്റെ പ്രചോദനമനുസരിച്ച് പറയുന്നവനാണ്. അപ്പോൾ ഈശോ അവനെ അഭിനന്ദിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈശോ വേറൊരു കാര്യം പറയാണ്. എന്താണ്? എന്നെ ഫരീസയരും നിയമജ്ഞരും അധികാരികളും എല്ലാവരും കൂടെ അറസ്റ്റ് ചെയ്യും, പീഡിപ്പിക്കും, ചമ്മട്ടി കൊണ്ടടിക്കും, ഇല്ലാത്ത ആരോപണങ്ങൾ ഉണ്ടാക്കി പറയും, അവരെന്നെ വലിച്ചിഴക്കും, നഗ്നനാക്കും, കുരിശിൽ തറക്കും, കൊല്ലും, 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും എന്നൊക്കെ പറയുമ്പോൾ പത്രോസ് പറയുകയാണ്, മാറ്റി നിർത്തിയിട്ട് പറയുകയാണ്, ഇത് നിനക്കൊരിക്കലും സംഭവിക്കാതിരിക്കട്ടെ. അപ്പോൾ ഈശോ പറയുകയാണ്, നീ ഇപ്പോൾ ചിന്തിക്കുന്നത് ദൈവത്തിൻ്റെ പ്രചോദനമനുസരിച്ചല്ല, പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനമനുസരിച്ചല്ല, ഈ ലോകത്തിൻ്റെ പ്രചോദനമനുസരിച്ചാണ്. അതുകൊണ്ട് സാത്താനെ, നീ എൻ്റെ മുൻപിൽ നിന്ന് മാറി നിൽക്കൂ. നിന്റെ ചിന്ത ദൈവീകമല്ല, മാനുഷികമാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അപ്പോൾ ഇത് രണ്ടും ഈശോ, നീ ഇപ്പം സൂപ്പറാണെന്നും നീ ഇപ്പൊ പൊട്ടയാണെന്നും ആരോടാണ് ഈശോ പറഞ്ഞത്? ഒരാളോട് തന്നെയാണ് ഇത് പറയുന്നത്. ഒരു ശ്വാസം എടുക്കുന്ന ഗ്യാപ്പുള്ളൂ. അതുകൊണ്ടാണ് ഈ രണ്ട്, അത് നമുക്ക് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ ഇത് അനുഭവിക്കുന്നതാണ്. ഈ ഷിഫ്റ്റ് കുറച്ചു നേരം ഇവിടെ, കുറച്ചു നേരം അവിടെ, കുറച്ചു നേരം ഭയങ്കര വിശ്വാസം, കുറച്ചു നേരം ഒരു വിശ്വാസമില്ല, അല്ലേ? കുറച്ചു നേരം ഭയങ്കര സ്നേഹം, അല്ലേ? നമ്മുടെ കുടുംബജീവിതത്തിലും ചില സമയത്ത് അനുഭവിക്കുന്നതാണ്. ഭാര്യയും ഭർത്താവും കുറച്ചു നേരം ഭയങ്കര സ്നേഹം, കുറച്ചു നേരം ഒട്ടും സ്നേഹമില്ല, ഭയങ്കര തല്ലുപിടുത്തം. അപ്പോൾ നമ്മൾ എന്താണ് ഇതിൽ ചെയ്യേണ്ടത്, സ്വീകരിക്കേണ്ടത്? പ്രിയപ്പെട്ടവരെ, നമ്മുടെ സാധ്യതയാണിത്. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുക, പ്രേരിപ്പിക്കപ്പെടുക എന്നുള്ളത് നമ്മുടെ സാധ്യതയാണ്. ആ സാധ്യതയെക്കുറിച്ച് ഓർമ്മയുണ്ടാക്കണം. മറ്റേതും നമ്മുടെ സാധ്യതയാണ്. എന്ത്? തിന്മയാൽ, പിശാചിനാൽ പ്രലോഭിപ്പിക്കപ്പെടുകയും ഈ ലോകത്തിൻ്റെ രീതികളനുസരിച്ച് ചിന്തിക്കാനും സംസാരിക്കാനുമുള്ള ഒരു പ്രവണതയും നമ്മുടെ സാധ്യതയാണ്. രണ്ടാമത്തെ സാധ്യതയെ ദൈവം വെറുക്കുന്ന സാധ്യതയാണ്, ദൈവം മാറ്റി നിർത്തുന്ന സാധ്യതയാണ്, ദൈവം ദൂരേക്ക് പോകൂ എന്ന് പറഞ്ഞ് കൽപ്പിക്കുന്ന കാര്യമാണ്. നമ്മളും അതിനെ എന്ത് ചെയ്യണം? മാറി നിൽക്ക്, അല്ലേ? അങ്ങനെ ഒരു ഡയലോഗില്ലേ, കേട്ടിട്ടില്ലേ?
മാറി നിക്കട മുണ്ടക്ക ശേഖര. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ തിന്മ പിശാച് വരുമ്പോ നമ്മൾ ചേർന്ന് നിൽക്കുന്നല്ല പറയേണ്ടത്, മറ്റേ ഡയലോഗാണ് പറയേണ്ടത്. എന്ത്? മാറി നിക്കട. ഹല്ലേലൂയ. നമുക്ക് അതിനുള്ള, എന്തുകൊണ്ടാണ് ആ ഡയലോഗ് കേട്ടപ്പോൾ ആളുകൾ കയ്യടിച്ചത്? അല്ലേ, തിയേറ്ററിലൊക്കെ ആളുകൾ കയ്യടിച്ചത് എന്തുകൊണ്ടാണ്? അത് നമുക്ക് ബാധകമായൊരു ഡയലോഗാണ്. നമ്മുടെ മുൻപിൽ നമ്മെ പാപത്തിലേക്കും തിന്മയിലേക്കുമൊക്കെ വലിച്ചിഴയ്ക്കാൻ വരുന്ന ചില തിന്മകളുടെ ശക്തികൾ, നന്മ ചെയ്യുന്നതിന് തടസ്സം നിൽക്കുന്ന ചില ലോകത്തിൻ്റെ ശക്തികൾ നമ്മിങ്ങനെ തടഞ്ഞു നിർത്തുമ്പോൾ നമുക്ക് ആർജവത്തോടെ ധൈര്യത്തോടെ പറയാൻ കഴിയണം, ഈശോ പറഞ്ഞതുപോലെ, പിശാചേ എൻ്റെ മുമ്പിൽ നിന്ന് മാറി നിൽക്കൂ, നീ എനിക്ക് പ്രതിബന്ധമാണ്, സാത്താനെ ദൂരെ പോകൂ എന്ന ആ ഒരു കൽപ്പന, ഒരു ശാസന കർത്താവ് നമ്മുടെ അധരത്തിലേക്ക് വചനമായി വെച്ചു തരികയാണ്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ ആരുടെ പ്രചോദനത്തിനാണ് കൂടുതൽ കാതു കൊടുക്കുന്നത്? മാംസരക്തങ്ങളുടെ പ്രചോദനങ്ങളെ അതിജീവിച്ച് ആത്മാവിൻ്റെ പ്രചോദനങ്ങൾക്കനുസരിച്ച് ചിന്തിക്കാനും തീരുമാനമെടുക്കാനും സംസാരിക്കാനും പ്രവർത്തിക്കാനും നിലപാടുകൾ എടുക്കാനുമുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ അനുദിന ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനങ്ങൾക്കെന്നതിനേക്കാൾ ഈ ലോകത്തിൻ്റെ ചിന്താരീതികൾക്ക്, പിശാചിൻ്റെ പ്രലോഭനങ്ങൾക്ക്, മാനുഷികമായ ചിന്താരീതികൾക്ക് അമിതമായ പ്രാധാന്യം കൊടുക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്ത സമയങ്ങളെ ഓർത്ത് നമുക്ക് അനുതപിച്ച് ദൈവസ്നേഹത്തിനെതിരെ, പരസ്നേഹത്തിനെതിരെ ചിന്തകളിൽ, വാക്കുകളിൽ, പ്രവൃത്തികളിൽ വന്നുപോയ വീഴ്ചകൾക്ക് പരിഹാരം ചെയ്തുകൊണ്ട് കരങ്ങൾ ഉയർത്തി 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് പ്രാർത്ഥിക്കാം. ഈശോയേ, 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 ഈശോയേ. കർത്താവ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത്, ആത്മീകവും ഭൗതികവുമായ വരദാനങ്ങളെ ഓർത്ത് നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കരമടിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ എത്രമാത്രം കർത്താവിന് നന്ദി പറയുന്നുവോ അത്രമാത്രം അനുഗ്രഹങ്ങൾ വീണ്ടും വീണ്ടും അധികമായി നമ്മുടെ ജീവിതത്തിലേക്ക് വർഷിക്കപ്പെടും എന്ന ബോധ്യത്തോടെ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു. ശിരസിന് മുകളിൽ കരങ്ങൾ ഉയർത്തി കരമടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വഞ്ചനങ്ങൾ അഴിയുന്നു, കെട്ടുകൾ പൊട്ടുന്നു, വിടുതൽ നേടുന്നു, അന്ധകാരം നീങ്ങുന്നു, ദൈവശക്തി വ്യാപരിക്കുന്നു. നമുക്ക് കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പി ഉള്ളിലേക്ക് നന്നായി ശ്വാസം എടുത്ത് നമ്മുടെ 7 നിയോഗങ്ങൾ, വ്യക്തിപരമായ നിയോഗങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകൾ, ആത്മീയ ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള നിയോഗങ്ങൾ, നമ്മുടെ ഭൗതികമായ ഈ ലോകത്തിലുള്ള ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള നിയോഗങ്ങൾ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മക്കളെക്കുറിച്ചുള്ള ആകുലതകൾ, സാമ്പത്തിക മേഖലകൾ,
മക്കളുടെ പഠനം, ജോലി, വിവാഹം, ജീവിത പങ്കാളിക്ക് വേണ്ടിയിട്ടുള്ള, മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകൾ, രോഗാവസ്ഥകളിലൂടെ കടന്നു പോകുന്നവർ, മരണാസന്നരായിട്ടുള്ളവർ, നമുക്ക് കരങ്ങൾ ഉയർത്തി അനുഗ്രഹം പ്രാപിക്കാൻ നമ്മൾ ഓരോരുത്തരും എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട്, അത്രമാത്രം ശക്തിയോടുകൂടെ 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് പ്രാർത്ഥിക്കാം. ഈശോയേ, 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 ഈശോയേ. നമുക്ക് മുട്ടുകുത്താം. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടിയും ലോകം മുഴുവന് വേണ്ടിയും ഈ ദിവ്യകാരുണ്യ ആശീർവാദം സ്വീകരിക്കാം. ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ ഒരു അനുഗ്രഹമാക്കി മാറ്റുകയും ചെയ്യും. ആശീർവാദം സ്വീകരിക്കുന്ന നീ നിന്റെ ചുറ്റുപാടുമുള്ളവർക്ക്, നിന്റെ മക്കൾക്ക്, മാതാപിതാക്കൾക്ക്, സഹോദരങ്ങൾക്ക്, ജീവിത പങ്കാളിക്ക്, എല്ലാവർക്കും നീ ഒരു അനുഗ്രഹമാകും. നിന്നെ കാണുന്നവർ ഈശോയെ കാണുന്നവരെ പോലെ അനുഗ്രഹീതരാകും. ഈശോ നമ്മെ അനുഗ്രഹിക്കുകയും നമ്മെ അനുഗ്രഹമാക്കി മാറ്റുകയും ചെയ്യും. രാത്രിയിൽ ഭക്ഷണമില്ലാത്തവരെയും, താമസിക്കാൻ ഇടമില്ലാത്തവരെയും, യാത്ര ചെയ്യുന്നവരെയും, ഏകാന്തതയിലും ദുഃഖത്തിലും നിരാശയിലും മാനസിക രോഗങ്ങളിലും ശാരീരിക വ്യഥകളിലും സാമ്പത്തിക പ്രതിസന്ധികളിലും സമാധാനമില്ലാത്ത സാഹചര്യങ്ങളിലും കഴിയുന്നവരെയും, മദ്യാസക്തിയിലും ലഹരിയുടെ അഡിക്ഷനിലുമൊക്കെ കഴിയുന്നവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ജോലിയില്ലാത്തവരെയും, ജോലി അന്വേഷിക്കുന്നവരെയും, വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്നവരെയും, സന്താന സൗഭാഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെയും, ഉദരത്തിലുള്ള കുഞ്ഞുങ്ങളെയും എല്ലാം ഓർത്ത് നമുക്ക് സമർപ്പിച്ച് പ്രത്യേകം പ്രാർത്ഥിക്കാം. നാളെ വ്യാഴാഴ്ചത്തെ ആവിലയിലെ ശുശ്രൂഷകളെ, അതിൽ പങ്കെടുക്കുന്നവരെ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കാം. നമുക്ക് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ യേശുനാമം വിളിച്ച് നമുക്ക് വേണ്ടിയും ഈ ഭൂമിയുടെ തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറുമുള്ള എല്ലാ മനുഷ്യർക്കു വേണ്ടിയും ഈ ആശീർവാദം സ്വീകരിക്കാം. സാധിക്കുന്നവർ ശിരസ് തറയിൽ മുട്ടിച്ച് ഈശോയെ ആരാധിച്ചുകൊണ്ട് പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് ഞങ്ങളിലുള്ള തിന്മകളെ പുറത്താക്കുന്നവനായ പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് ഞങ്ങൾ അനുദിനം ആത്മാവിനാൽ നയിക്കപ്പെടണമെന്ന്, ദൈവികമായി ചിന്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നവനായ പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നല്ലൊരു രാത്രി, സുഖനിദ്രയുള്ള രാത്രി, സന്തോഷമുള്ള രാത്രി, പ്രാർത്ഥനയും നല്ല സ്വപ്നങ്ങളുമൊക്കെയുള്ള രാത്രി ആശംസിക്കുന്നു. നാളെ പ്രഭാതത്തിൽ, നാളെ വ്യാഴാഴ്ച, കൂടുതൽ ആരോഗ്യത്തോടുകൂടെ ഉണർന്നെഴുന്നേറ്റ് ദൈവരാജ്യ ശുശ്രൂഷകളിൽ വ്യാപൃതരാകാൻ സാധിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സ്തുതിച്ചെല്ലാം.